ഞെട്ടിക്കുന്നതും ഹൃദയഭേദകവുമായ ഒരു സംഭവം പുനലൂരിൽ അരങ്ങേറിയിരിക്കുന്നു. ഭർത്താവിന്റെ ക്രൂരമായ ആക്രമണത്തിൽ യുവതിക്ക് ജീവൻ നഷ്ടമായി. പുനലൂരിലെ കലയനാട് ചരുവിള വീട്ടിൽ ശാലിനിയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. സംഭവത്തിന് ശേഷം പ്രതി ഐസക് ഭാര്യയെ കൊന്നുവെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ഫേസ്ബുക്കിൽ പങ്കുവച്ചു. തുടർന്ന് ഒളിവിൽ പോയ ഇയാൾ പിന്നീട് പുനലൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. വ്യക്തിപരമായ പ്രശ്നങ്ങളും കുടുംബ വഴക്കുകളുമാണ് ഈ ക്രൂരകൃത്യത്തിന് പിന്നിലെന്ന് പോലീസ് പ്രാഥമികമായി വിലയിരുത്തുന്നു. കൊല്ലപ്പെട്ട ശാലിനിയും ഭർത്താവും ഐസക്കും കഴിഞ്ഞ കുറച്ചു കാലമായി 2 വീടുകളിലായി വേർപിരിഞ്ഞാണ് താമസിച്ചിരുന്നത്. ശാലിനിയും അവരുടെ 2 മക്കളും അമ്മയോടൊപ്പമായിരുന്നു താമസം. ഒരു സ്കൂളിലെ ആയയായി ജോലി ചെയ്ത വരികയായിരുന്നു ശാലിനി. എല്ലാ ദിവസവും പോലെ രാവിലെ ജോലിക്ക് പോകാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഐസക് വീട്ടിലെത്തി ആക്രമിച്ചത്. ഒരു മകന്റെ മുന്നിലിട്ടാണ് ഈ ക്രൂരകൃത്യം നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ. അമ്മയെ വെട്ടുന്നത് കണ്ട മകന്റെ അലർച്ച കേട്ടാണ് അയൽവാസികളും നാട്ടുകാരും വീട്ടിലേക്ക് ഓടിയെത്തിയത്. എന്നാൽ അപ്പോഴേക്കും ഐസക് അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. ചോരയിൽ കുളിച്ചു കിടക്കുന്ന ശാലിനിയാണ് അയൽക്കാർ കണ്ടത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസും സ്ഥലത്തെത്തി. പോലീസ് നടത്തിയ തിരച്ചിലിനൊടുവിൽ ഐസക് പുനലൂർ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി കീഴടങ്ങി. കൊലപാതകം നടന്നതിന് ശേഷം പ്രതി ഐസക് തന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്കും ആശങ്കകൾക്കും ഇടയാക്കിയിട്ടുണ്ട്. വീഡിയോയിൽ താൻ ഭാര്യയെ കൊന്നുവെന്ന് ഐസക് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. തന്റെ പ്രവൃത്തിക്കുള്ള കാരണങ്ങളും അയാൾ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ എന്റെ ഭാര്യയെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ആരംഭിക്കുന്നത്. എന്റെ അറിവില്ലാതെ ശാലിനി എന്റെ സ്വർണം പണയം വെച്ചു. ഞാൻ കൊടുത്ത മോതിരം വരെ പണയം വെച്ചു, ഐസക് ആരോപിക്കുന്നു. താൻ പറയുന്നത് അനുസരിക്കാതെ ശാലിനി ആഡംബര ജീവിതം നയിച്ചതാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നും ഇയാൾ വീഡിയോയിൽ പറയുന്നു. തനിക്ക് 2 മക്കൾ ഉണ്ടെന്നും അവർക്ക് യാതൊരു വിഷമം ഉണ്ടാകില്ലെന്നും ഐസക് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. താൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീട്ടിലാണ് താൻ താമസിക്കുന്നതെന്നും എന്നാൽ ഭാര്യ ആ വീട് ആവശ്യപ്പെട്ട് ശല്യപ്പെടുത്തിയിരുന്നുവെന്നും ഐസക് ആരോപിക്കുന്നു. എന്റെ ഭാര്യയ്ക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല, എങ്കിലും അവൾ എവിടെയോ ജോലിക്ക് പോകുന്നുണ്ട്. അവൾക്ക് പാർട്ടി പ്രവർത്തനമുണ്ട്, അതും എനിക്ക് ഇഷ്ടമല്ല. പാർട്ടിയിലുള്ളവർ അവൾക്ക് പിന്തുണ നൽകുന്നുണ്ട്, ഐസക് വീഡിയോയിൽ പറയുന്നു. വീഡിയോയിൽ ഐസക് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ ഇതാണ്: ശാലിനി 86,000 രൂപയ്ക്ക് സ്വർണം പണയം വെച്ചു. അത് എന്തിനു വേണ്ടിയാണെന്ന് തനിക്കറിയില്ല. പിന്നീട് 20,000 രൂപയ്ക്ക് വീണ്ടും പണയം വെച്ചു. തന്റെ കഷ്ടപ്പാടുകൾ മുഴുവൻ അവൾ നശിപ്പിച്ചുവെന്നും ഐസക് പറയുന്നുണ്ട്. ഈ വാക്കുകൾക്ക് പിന്നിലുള്ള മാനസികാവസ്ഥ എന്താണെന്ന് വ്യക്തമല്ല. ഐസക് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോ ഒരു വലിയ സാമൂഹിക പ്രശ്നത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വ്യക്തിബന്ധങ്ങളിലെ തകർച്ചകൾ അതിരുകടന്ന് കൊലപാതകത്തിലേക്ക് നയിക്കുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണിത്. സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം ഈ സംഭവത്തിൽ വ്യക്തമാണ്. കൊലപാതക വിവരം ലോകത്തോട് വിളിച്ചു പറയാൻ പ്രതി സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചു. ഈ സംഭവം കേരള സമൂഹത്തിൽ വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പുനലൂരിൽ നടന്ന ഈ ദാരുണമായ സംഭവം കേരളത്തിലെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും അതിലെ മാനസിക സംഘർഷങ്ങളെക്കുറിച്ചും കൂടുതൽ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ കേസ് അന്വേഷണം ആരംഭിച്ചു. ഐസകിന്റെ മാനസിക നില, കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം, ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്നിവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. മകന്റെ മുന്നിലിട്ട് അമ്മയെ കൊലപ്പെടുത്തിയ ആ കുട്ടിയുടെ മാനസികാവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിലും വലിയ ആശങ്കകളുണ്ട്. കുട്ടികളുടെ സംരക്ഷണത്തിനും മാനസികാരോഗ്യത്തിനും സർക്കാർ ശ്രദ്ധ നൽകേണ്ടതുണ്ടെന്നും സാമൂഹ്യ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ സംഭവം ഒരു വ്യക്തിയുടെ മാനസിക തകർച്ചയുടെ പ്രതിഫലനമാണ്. കുടുംബപരമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ പരാജയമാണ് ഈ ദാരുണമായ അന്ത്യത്തിന് കാരണമായത്. ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആധുനിക കാലത്തെ കുടുംബ പ്രശ്നങ്ങളുടെ സങ്കീർണത തുറന്നു കാട്ടുന്നു. വ്യക്തിപരമായ ഇഷ്ടങ്ങളും സ്വാതന്ത്ര്യങ്ങളും കുടുംബ ബന്ധങ്ങളിൽ എങ്ങനെ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണിത്. ഇത്തരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് കൗൺസിലിംഗിന്റെയും മറ്റ് മാനസികാരോഗ്യ പിന്തുണയുടെയും ആവശ്യകത ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. ശാലിനിയുടെയും ഐസക്കിന്റെയും ബന്ധത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളാണ് ഈ ദുരന്തത്തിന് വഴിവെച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. സാമ്പത്തികപരമായ പ്രശ്നങ്ങളും ഭാര്യയുടെ തൊഴിൽ, സാമൂഹിക ഇടപെടലുകൾ എന്നിവയെ ചൊല്ലിയുള്ള തർക്കങ്ങളും ഇതിന് കാരണമായതായി സംശയിക്കുന്നു. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഈ സംഭവത്തിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകൂ.